ഇന്ത്യയിൽ ആദ്യമായി ഡൈനാമിക് സ്ഫോടനം നടത്തിയ തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുന്നിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കണത്. ഹായ് ഹലോ. അപ്പോൾ തലേന്ന് താഴ്ത്തമ്മയുടെ വീട്ടിലെ ആണ്ടും നേർച്ചയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ വിചാരിച്ചു തൃക്കളയൂർ ക്ഷേത്രത്തിൽ വരെ പോകാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ തറവാടിൻ്റെയും വീടിൻ്റെയൊക്കെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി തവണ പോയിട്ടുണ്ട്. വിവാഹത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും പോയിട്ടുണ്ട്. പിന്നെ ദൂരം കൂടിയപ്പം നമ്മൾ പോകുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് കൃത്യമായിട്ടൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ മക്കൾ 3 പേരും നമ്മൾ ഫാമിലിയായിട്ട് അങ്ങനെ പോകുമ്പം കുടുംബം കൂടി ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് വേണ്ട രീതിയിലൊന്നും ക്യാമറ പിടിക്കാൻ, ഫോണ് തന്നെ അത്ര മോശമാണ് ക്യാമറയൊക്കെ, എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ പോവാൻ റെഡിയായി. എല്ലാവരും ആദ്യക്കുട്ടനും കുടുവൊക്കെ മുണ്ടൊക്കെയാണ് കേട്ടോ എടുത്തത്. പാൻ്റെന്നിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല, അപ്പം മുണ്ടെടുത്തു. മോനുസ് വലിയേട്ടായി മാത്രം നിക്കറിട്ടു കേട്ടോ, അവന് മുണ്ട് പാകമുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തൃക്കളയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പം നമുക്ക് അകത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് മാത്രമേ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയറി തൊഴുത് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫോൺ എടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് ഫോൺ എടുത്തിട്ടില്ല. ഈ കാണുന്ന പടികൾ കയറി വരണം കേട്ടോ. ശരിക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അങ്ങ് താഴെ, ആ കാണുന്ന താഴെ ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ. ഈ നാടിന് മൊത്തം ജലം സമ്പന്നമാക്കുന്നൊരു കുളം കൂടിയാണ് കേട്ടോ അത്. ആ കുളത്തിലെ വെള്ളം ഒരിക്കലും വറ്റാറില്ല. അതുപോലെ തന്നെ ആ നാട്ടിലെ അവിടെയുള്ള ആളുകളുടെ കിണറുകളിലും വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ തൃക്കളയൂർ ക്ഷേത്ര മതിൽ കേട്ടോ. ഈ മതിലിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. ആനമതിൽ, ആനവയറ് മതിൽ, അങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഡൈനാമിറ്റ് ഉപയോഗിച്ചത് നമ്മുടെ ഈ ക്ഷേത്രത്തിലാണ് കേട്ടോ. അതിൻ്റെ ഒരു കാരണം പറയുകയാണെങ്കിൽ 1884 ഒരു ക്രിസ്മസ് ദിവസം 12ഓളം കലാപകാരികൾ ചാലിയാർ പുഴ കടന്ന് വന്ന് തൃക്കളയൂർ ക്ഷേത്ര ഗോപുരം കൈയടക്കിയാണ് ഉണ്ടായത്. അന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികളായിരുന്നു, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ അവർ ഇതറിഞ്ഞിട്ട് ഭരണാധികാരികൾ എത്തുകയും അവർ പരസ്പരം കലാപകാരികളുമായിട്ട് വെടിയുതിർത്തു. പക്ഷേ ഒരു കാരണവശാലും കലാപകാരികൾക്ക് നേരെ ഇവരുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്രതികരണം നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വന്നപ്പോഴാണ് ഭരണാധികാരികൾ കലാപകാരികളിൽ നിന്ന് ക്ഷേത്രത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ആളുകൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ഡൈനാമിറ്റ് പരീക്ഷിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ ഗോപുര മതിലുകളിൽ ഇത് മാല പോലെ കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്തു, അവരത് പൊട്ടിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള മനോഹരമായ മതിൽ, അതുപോലെ ഗോപുരവാതിലും തകർത്തിട്ടാണ് പിന്നീട് അവർ അകത്ത് കയറുകയും ഇവരെ കലാപകാരികളെ കീഴടക്കാനൊക്കെ ഉണ്ടായത്. അപ്പോൾ പക്ഷേ അത്രത്തോളം ശക്തവും കഠിനവുമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അത്ര മനോഹരവുമായിരുന്നു എന്നുള്ളതാണ് ഈ ഗോപുരവാതിലും മതിലും ഒക്കെ കേട്ടോ. നമ്മുടെ അവിടുത്തെ മതിലുകൾ കണ്ടാൽ തന്നെ അറിയാം കേട്ടോ. ശരിക്കും ഇവിടെ ഒരിക്കലെങ്കിലും വന്നാലേ ഇവിടുത്തെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ കേട്ടോ. 5ഓളം വൻ ആൽമരങ്ങളുണ്ട് കേട്ടോ. എത്രയോ വർഷം പഴക്കമുണ്ട് ആ ആൽമരങ്ങൾക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം കുടു ശരിക്കിനുള്ള പ്രണാമമാണ് കുടു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് തിരുമേനി നടന്നു വരുന്ന സമയത്ത് കുടു അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പം അവന് സ്വയം തോന്നി ചെയ്തതാണ്. അപ്പോൾ ചേട്ടൻ അവിടുന്ന് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ശരിക്കും തൊഴേണ്ടതെന്ന്. അവനൊന്നും പറഞ്ഞ് ചെയ്തതല്ലെങ്കിലും അപ്പോൾ അങ്ങനെ ശരിക്കും ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ കേട്ടോ. അതിരാവിലെ ചെല്ലുകയാണെങ്കിൽ അത്രയ്ക്ക് മനോഹരമായിരിക്കും. പിന്നെ പച്ചപ്പുൽ തകിടിയുമാണ്. മലകളും ഒരു മലയുടെ മോൾഭാഗം മുഴുവൻ ഈ ക്ഷേത്രമാണ് കേട്ടോ. കേരളോൽപ്പത്തി എന്ന വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 5ഓളം ആൽമരങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതുപോലെ മനോഹരമായ ചെമ്പകപ്പൂവിൻ്റെ മരം പടർന്ന് പന്തലിച്ച് വളർന്ന് ഭീമാകാരനായി നിലനിൽക്കുന്നുണ്ട് കേട്ടോ.
ഏക്കർ കണക്കിന് സ്വത്തും അതുപോലെ വൻ സമ്പത്ത് ഉള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമെന്ന് തന്നെ വേണം നമ്മുടെ തൃക്കളയൂർ ക്ഷേത്രത്തിന് പറയാൻ. അതുപോലെ സമ്പൽ സമൃദ്ധമായിരുന്നു. അതിപുരാതന കാലം തൊട്ടേ ഏറ്റവും സമ്പന്നമായൊരു ക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ തൃക്കളയൂർ ക്ഷേത്രം. പ്രാചീനമായി നിലകൊണ്ട് വരുന്ന ഈ ക്ഷേത്രത്തിൽ മുനിമാരും മറ്റും ഒക്കെ തപസ്സിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. തപസ്സിരുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യകൂട്ടൻ അതാ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്നു കേട്ടോ. പിന്നെ ശിവനും പാർവതിയും ആണ് ശക്തിയായി ഇവിടെ കുടികൊള്ളുന്നത്. മലബാറിലെ പുരാതനമായ ക്ഷേത്രം തന്നെയാണ് കേട്ടോ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രം. അത്ര എന്താ പറയുക, എനിക്ക് പറയാൻ അറിയില്ല. നമ്മൾ കണ്ണുകളിൽ നമ്മൾക്ക് കിട്ടുന്ന ആ ഭംഗി നമുക്ക് വാക്കുകളിൽ ചിലപ്പം പ്രകടിപ്പിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ നിങ്ങൾക്കതെല്ലാം കാണിച്ചു തരാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നറിയാം. ഞാൻ വീഡിയോ പിടിക്കുമ്പം ഇങ്ങനെയൊന്നും എനിക്ക് അമ്പലത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. കുറേയൊക്കെ ഞാൻ മറന്നു പോയിട്ടോ. അപ്പം ഇത്രയും കൃത്യമായിട്ട് ഞാൻ കുറച്ചെങ്കിലും പറയുമ്പോൾ നമ്മൾ അതുപോലെ നമുക്ക് അമ്പലത്തിൻ്റെ ഭാഗങ്ങളും കൂടെ കാണിക്കാൻ കഴിയേണ്ടിയിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഇത്രയും പുരാതനമായൊരു ക്ഷേത്രത്തിന് ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അന്നത്തെയൊക്കെ ആ ഒരു കഴിവ്, ആളുകളുടെ ഒരു കഴിവ്, ആ ഒരു ശേഷി അത് എത്രത്തോളമായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മതിലുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ അത് ആനവയർ എന്നൊക്കെ പറയണമെങ്കിൽ അത്രയ്ക്ക് കട്ടിയാണ് കേട്ടോ. ഒരു നിസാരമായ ഒരു ഇതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയുന്നതല്ല തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ മതിലുകളൊന്നും കേട്ടോ. എന്നിട്ട് തന്നെ ഡൈനാമിറ്റ് ഇട്ട് തന്നെ തകർത്തിട്ട് പോലും അതൊരു പരിധിയിൽ കൂടുതലൊന്നും തകർന്നു പോയിട്ടില്ല. അങ്ങനെയല്ല, മൊത്തമായിട്ട് എന്നിട്ടും പോയില്ല എന്നുള്ളതാണ്. കണ്ടില്ലേ അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ അവിടെ ശരിക്കും കാണാൻ കഴിയും. പക്ഷേ ആ മതിലുകളിലൊക്കെ നല്ല ഭംഗിയിലുള്ള പണികളുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായിട്ട് കാണിച്ചു തരാൻ കഴിയാതെ പോയി. നമ്മളെ കണ്ണുകളിൽ പക്ഷേ അതുണ്ട്, പക്ഷേ ക്യാമറയിൽ അതില്ല. ക്യാമറയ്ക്ക് കണ്ണിൻ്റെ അത്രയും ശേഷിയില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൽമരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കണ്ടില്ലേ, ഇത്രയും ശക്തമായ അതുപോലെ തന്നെ മനോഹരമായ ഗോപുരവും പ്രവേശന കവാടവുമായിരുന്നു കേട്ടോ തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനുണ്ടായിരുന്നത്. പാതി തകർന്നുവെങ്കിലും ആ തകർച്ചയിലും അതിൻ്റെ മനോഹരമായ അതിൻ്റെ ഒരു ഭംഗി അവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടാണ് ആ കുളത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. നമുക്ക് പക്ഷേ പോകാൻ കഴിഞ്ഞില്ല, ഒരുപാട് താഴോട്ട് പോകണം കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ നിന്ന് ആ താഴെ കുളത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒത്തിരി വിറകൊക്കെ ഉണ്ടാക്കി ആ കാണുന്ന കയറ്റം മുഴുവനും കയറി ഈ അമ്പലത്തിൻ്റെ ഈ റോഡ് വഴി ചുറ്റി നമ്മുടെ അമ്പലത്തിൻ്റെ പുറകുവശത്തായിട്ട് അച്ഛൻ്റെ കുറച്ച് റിലേറ്റീവ്സും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്ന മല മുഴുവനും വിറക് ചുമന്ന ആളാണ് കേട്ടോ കുട്ടിക്കാലത്ത് ഞാൻ. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ചേട്ടനോട് പറയുകയും ചെയ്തു നമുക്കൊന്ന് അതിൽ പോയാലോ എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അന്ന് വീട്ടിൽ ചെന്നിട്ട് കുറേ പണികളുണ്ട്, പോയി നേരം വൈകിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു പോന്നു കേട്ടോ. ഇനി ഒരിക്കലാവട്ടെ അവിടെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ പോകണം, എല്ലാവരെയും കാണണം. ഇതെന്താണെന്നറിയോ കൊടു, ഇതെന്താ എന്താ സാധനം, എന്താ ഇതെന്താ മുട്ടായിയോ? എന്താ അത്? മുട്ടായി അല്ലടാ, പുളി. ഓ വീഴാൻ പോയി അമ്മ, പുളി അത്. അമ്മയ്ക്കൊരു അതുകൊണ്ടാ. എൻ്റെ അമ്മോ, അതിൻ്റെ തോട് കളഞ്ഞില്ല, എന്നിട്ട് ആ തോടൊന്ന് പൊളിച്ചു കൊടുത്തു. ഓ എൻ്റെ പൊന്നെ, മുട്ടോ അതിൽ മുഴുവൻ എന്നിട്ട് കുരു കളഞ്ഞാൽ മതി. കുരു എടുക്കണേ, കുരു ഇറക്കരുതേ. ഓ രസമുണ്ടോ? സൂപ്പറാ. ഒരു ഭാവ വ്യത്യാസം. ആദ്യക്കൂട്ടം വീണ്ടും തരാൻ തുടങ്ങി പുളി. ഇനി ഇല്ല ഞാൻ
ആ റോട്ടിലിപ്പോൾ ഞാൻ കണ്ടോ. ഇതിൻ്റെ മുകളിൽ പുളിയൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ കണ്ണുകളിൽ തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും മനസ്സിൽ ആ ഒരു ശാന്തതയും സമാധാനവും ഒക്കെ ആയിട്ടാണ് കേട്ടോ തിരിച്ചിറങ്ങിയത്. അപ്പം തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൻ്റെ കാണുന്ന അമ്പലത്തിൻ്റെ തന്നെ സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. എന്ത് മനോഹരമാണ് അവിടേക്ക് പോണ വഴികളൊക്കെ എന്നറിയാം. അമ്പലത്തിൻ്റെ പിൻഭാഗവും എല്ലായിടവും ഇങ്ങനെ പച്ചപ്പുൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പം അതിനിടയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു മാനസികാവസ്ഥയുണ്ട്. ശരിക്കും അടിച്ചു പൊളിച്ച് ആസ്വദിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് വേറെ എന്നും ചെയ്താൽ കിട്ടാത്ത ഒരു സുഖമുണ്ട് കേട്ടോ ഈ യാത്രയിൽ മാത്രമല്ല, യാത്രയിലെ കാഴ്ചകളിലും മറ്റെന്തിനേക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിനെ ശാന്തവും സന്തോഷവും കൂടുതൽ പോസിറ്റീവ് എനർജിയും കൂടുതൽ ആരോഗ്യവും തരുന്ന കാഴ്ചകളാണ് റോഡിന് ഇരുവശവും കാണാനുള്ളത്. ഒരു ഭാഗത്ത് പടുകൂറ്റൻ മരങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് പച്ചപ്പുൽ മേടുകളാണ് കേട്ടോ. പാറകളും പച്ചപ്പുല്ല് പതിഞ്ഞ് കിടക്കുന്ന എന്താ പറയുക, അതുപോലെ കണ്ടില്ലേ. രണ്ട് ഭാഗവും രണ്ട് വിരുദ്ധ രീതിയിലാണെങ്കിലും രണ്ടും നമ്മളെ ഒത്തിരിയേറെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോണ സമയത്ത് ഞാനോർത്ത് നേരെ വീട്ടിലേക്കായിരിക്കും എന്നാണ്. നേരെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക് തന്നെയാണ്. പക്ഷേ അതിനിടയ്ക്ക് ചേട്ടായി ഗൂഗിൾ അമ്മായിനോട് ചോദിച്ചിട്ടാണ് അവർ പോണത്. പക്ഷേ എൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ വഴി അറിയാത്തത് കൊണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ കരുതിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ട് തിരിച്ചിറങ്ങി ഈ വഴിയെന്ന് എനിക്ക് പറയാൻ അറിയുള്ളൂ. കൃത്യമായ റോഡിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറിഞ്ഞമാട് എന്ന് പറയുന്ന സ്ഥലത്തെത്താം കേട്ടോ. നോക്കൂ, അമ്പലത്തിൻ്റെ ആ പ്രദേശം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. പാതിയിലേറെയും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. കാരണം നിങ്ങളെ ഇപ്പം തന്നെ നിങ്ങൾക്ക് മുഷിപ്പാകും. അപ്പോൾ അധികം നിങ്ങളെ ഇതാക്കാൻ പാടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ ഗൂഗിളൊക്കെ നോക്കി വന്ന സ്ഥലം ഇതാണ് കേട്ടോ. മുറിഞ്ഞമാട് എന്ന് പറയും. മുറിഞ്ഞമാട് എന്താണ് അവിടെ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ കണ്ടു മനസ്സിലാക്കിക്കോളൂ കേട്ടോ. എനിക്ക് പറയാനറിയില്ല. ഞാൻ വിചാരിച്ചു വഴി തെറ്റി വന്നാണ്. എന്ത് രസം അവിടെ കാണാൻ. എന്താന്നാ പറയാ, ഔന്റെ അമ്മേ, ബോട്ട് സർവീസാന്ന് തോന്നടാ. കട്ടാക്കല്ലോ കേട്ടോ മോട്ട. നല്ല സ്ഥലം നമ്മളെ ഈ നാട്ടിലോ. പറയൂ. ഒന്നിച്ചു മുങ്ങി. സത്യത്തിൽ ഞാൻ ഓർത്തത് വഴിതെറ്റി വന്നതാണെന്നാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ പുറകെ ഇടയിൻ്റെ പോണതിൻ്റെ പുറകെ ഇങ്ങനെ പോരും. കുറച്ച് ഞങ്ങൾ മുന്നിൽ കയറി പോരും. അങ്ങനെ മുന്നിൽ കയറി വന്നപ്പോഴാണ് പിന്നെ അങ്ങോട്ട് റോഡ് കാണുന്നില്ല. റോഡ് അവിടെ വെച്ച് നിന്നിരിക്കുന്നു. മുന്നോട്ട് നോക്കിയപ്പം പുഴ, അരീക്കോട് പുഴയാണ്. പുഴ ഒഴുകുന്ന ഭാഗങ്ങളുണ്ട്, പുൽമേടുകളുണ്ട്, ബോട്ട് കാണുന്നു, തോണി കാണുന്നു. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്നും എനിക്കറിയില്ല. എനിക്കിത് മൂന്നാറിലോ ഊട്ടിയിലോ ഒക്കെ പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. സത്യമായിട്ടും നിങ്ങൾ ആയിരക്കണക്കിന് രൂപകൾ ചിലവാക്കി 5 സ്റ്റാർ ഹോട്ടലുകളിലും പിന്നെ അതുപോലെ തന്നെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയാൽ പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന ആ ഒരു സുഖം എനിക്ക് തോന്നുന്നു. ഞങ്ങളിപ്പോൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് പെട്രോളൊന്നും അടിച്ചിട്ടില്ല. നമ്മളെ വണ്ടിയിലുള്ള പെട്രോൾ വെച്ച് നമ്മൾ പോയിട്ട് നമുക്ക് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. ആ ഒരു ഫീലിംഗ് അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. സത്യം പറഞ്ഞാൽ ബോട്ടിൽ നമ്മൾ കയറിയിട്ടില്ല. ബോട്ട് കയറാൻ പറ്റില്ല. ആദ്യകൂട്ടം കയറിയപ്പോഴേ ഞങ്ങൾ ചാടി ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ.
ബോട്ട് അവിടെ നിർത്തിയിട്ടതാണ്. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ശ്രദ്ധിക്കണത്. ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാമായിരുന്നു എന്ന് ഇപ്പം എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ ആ ബോട്ടൊക്കെ വിട്ട് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, തോണി വിട്ട് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. തോണിയിലൊന്നും എന്തായാലും കയറില്ല. വെള്ളം കാണാൻ ഇഷ്ടമാണെന്നുള്ളൂ, വള്ളത്തിൽ കയറാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് മക്കൾ കൂടെ ഉള്ളത് കൊണ്ട് സത്യം പറയില്ല, വെള്ളമായിട്ട് തൊട്ടുകളിയൊന്നും നമുക്ക് അത്ര ആരോഗ്യപ്രദമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിട്ടു നിന്നുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭംഗി എങ്ങനെ പറയണം എന്നുള്ളത് എനിക്കറിയില്ല. ഈ സ്ഥലത്തിനെ കുറിച്ച് വ്യക്തമായി വിശദീകരിക്കാൻ എനിക്കറിയില്ല. ജസ്റ്റ് ഞാനിന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ, പറയാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ ചാലിയാർ പുഴ മണൽ വാരി എന്താ പറയുക, ഒരുപാട് കരയായി മാറിയതാണ് ഈ പുൽമേടുകൾ എന്ന് പറയുന്നത് കേട്ടോ. കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ ചാലിയാർ പുഴ അപ്പുറം ഭാഗത്ത് കൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ ബോട്ട് സർവീസും അതുപോലെ തട്ടുകട അതൊക്കെ ഇവിടെ ഉണ്ടാവും. വൈകുന്നേരങ്ങളിൽ എന്നും തന്നെ ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഫ്രീ ആയിട്ടാണ് ഇവിടെ ഫോട്ടോഷൂട്ടും അതുപോലെ നോമ്പ് തുറ, ബർത്ത്ഡേ പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പുൽമേടുകൾ ഒരുപാട് എന്താ പറയുക, മനോഹരമായ പുൽമേടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് ആളുകൾക്ക് വേറെ ചിലവുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് പക്ഷേ എല്ലാ പ്രോഗ്രാമും നടത്താം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അങ്ങനെയൊന്നും ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല. ആളുകൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പം അവിടെ 6 മണിക്ക് ശേഷം ആളുകൾ അങ്ങനെ ഒത്തുകൂടി ഇരുന്ന് മറ്റ് ഒരു കാര്യം നടക്കില്ല. വന്ന് ഭംഗി ആസ്വദിച്ച് നല്ല രീതിയിൽ തിരിച്ചു പോകാം ആളുകൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മനോഹരമായ സ്ഥലം കാണുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അമ്പലത്തിലും പോയി, മുറിഞ്ഞമാട് എന്ന് പറയുന്ന മനോഹരമായൊരു പ്ലേസിൽ അവിടെയും പോയി തിരിച്ച് നമ്മൾ നേരെ തറവാട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പം നമ്മുടെ മുറ്റത്ത് അവിടെ ഒരു കോമാവുണ്ട് കേട്ടോ. മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങയൊക്കെ ഒരെണ്ണം ഞാൻ ചാടിച്ചു കേട്ടോ. ഒന്ന് കിട്ടി, ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞ് ആ മാങ്ങയാണ് ഇന്ന് ചമ്മന്തി അരച്ച് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം പിള്ളേർ എല്ലാവരും ആടുന്ന ഊഞ്ഞാലാണ്, ദേവത്തിയൊക്കെ ആടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനതിരുന്നപ്പോൾ താന്ന് പോവുക കേട്ടോ. അപ്പോൾ അമ്മച്ചി അത് ലേശം ഇതാക്കി പൊന്തിച്ച് കെട്ടിത്തന്നു. അങ്ങനെ ഞാൻ ഞാൻ ആടിയ പൊട്ടുവന്നു. ചേച്ചിയും എല്ലാവരും ആടുന്നതാണ്, അപ്പോൾ ധൈര്യമായിട്ട് ആടിക്കോ, പൊട്ടൂല എന്ന് പറഞ്ഞ അമ്മച്ചി. അങ്ങനെ ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം. അധികം നേരം അവിടെ നിന്നിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ, കാരണം കുടഞ്ഞിൽ വന്നിട്ട് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും അവിടെ നിന്നിട്ടില്ല. കുറച്ച് നേരം നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ അമ്മച്ചി കുറേ കാര്യങ്ങൾ, നമ്മൾ ബാത്റൂമിൻ്റെ പണി എന്തായി, ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ചോദിച്ച് പറഞ്ഞു. പിന്നെ ആദ്യക്കുട്ടനും മോനൂസും എന്താണെങ്കിലും 2 ദിവസം അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവരെ 2 ദിവസം അവിടെ നിർത്തി. ഞാനും കുടു പോകുന്നില്ല. കുടുവിനെ സ്കൂട്ടറിൻ്റെ മുകളിൽ വെച്ച് പോരാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ, അവൻ ഉറങ്ങി പോകുമെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ പോന്നു കേട്ടോ. ചേട്ടായും കൂടും പിന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തറവാട്ടിലേക്കാണ് ഈ എന്താ പറയുക, മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചെത്തിയത്. ഇത് ആദ്യക്കുട്ടനൊന്നും പോരാൻ മനസ്സില്ല, അവർ കളിയിലേക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം അവർ 5-6 പേരുണ്ട് മക്കൾ, എല്ലാവരും കൂടി ഇന്ന് അവിടെ നിന്ന് 2 ദിവസം നിൽക്കട്ടെ, സ്കൂളൊക്കെ പൂട്ടിയതല്ലേ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.